നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു സപ്പോർട്ടും തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ നാടൻ താറാവ് ഇതിൻ്റെ തൂവലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുരുമുളകൊക്കെ വരട്ടിയെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതിൻ്റെ തൂവലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കാല് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് എടുക്കണം. ഇതൊന്നും കളയണ്ട, ഇതൊക്കെ എൻ്റെ ലിവറാണ്. അപ്പം നമ്മൾ താറാവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പം നാടൻ താറാവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ കൂട്ടുകാരെ, ഒരു 3-4 തവണ കഴുകിയിട്ടുണ്ട്. ഇനി അവസാനം വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇത് ലാസ്റ്റ് കഴുകലായതുകൊണ്ട് നമുക്ക് ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം, കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നാലേ ശരിക്കിത് ക്ലീനായി കിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്കൊരു 5 സവാള കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു 30 അല്ലി ചെറിയുള്ളി ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനിയൊരു 10 പച്ചമുളക് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചട്ടി വെച്ച് കൊടുക്കാൻ പോണ അടപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി വെച്ച് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ, ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അതേ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ കൂട്ടുകാരെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി അരിഞ്ഞ് വെച്ച തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന താറാവ് പീസുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് താറാവ് പീസ് മസാലയൊക്കെ ചേർത്ത് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വരട്ടിയെടുക്കണം. വെള്ളം ഒക്കെ ശരിക്കും വറ്റിച്ച് വരട്ടിയെടുക്കണം വേണ്ടത്. അപ്പോൾ ഒരു മണിക്കൂർ സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കൂട്ടുകാരെ, ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങി. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കറക്റ്റിൻ്റെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി വറ്റാണ്ട്, കാരണം നമ്മൾ വരട്ടിയല്ല എടുക്കുന്നത്. ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം. അപ്പോൾ കുരുമുളകിട്ട് വരട്ടിയ നാടൻ താറാവ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പത്തിരിയും താറാവ് വരട്ടിയതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. പത്തിരി, താറാവ് വരട്ടിയത്, അപ്പോൾ നമ്മുടെ ടേസ്റ്റർമാരൊക്കെ റെഡി ആയിട്ടുണ്ട്. അവ കഴിച്ച് നോക്ക്. കഴിച്ച് നോക്കിയിട്ട് പറയും, നിങ്ങളെ അഭിപ്രായം പറയും. നിങ്ങളുടെ അഭിപ്രായമാണ് മെയിനായിട്ട് നോക്കാം. എങ്ങനെയുണ്ട്? ക്യാമറ നോക്കിയിട്ട് പറഞ്ഞോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ താറാവാണ്. കുരുമുളകൊക്കെ അധികം കുറച്ച് പൊടിയൊക്കെ കൂടുതലിട്ടിട്ട് വരട്ടിയെടുത്താണ്. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.